ആശാവർക്കർമാരുടെ സമരം 4ാം ഘട്ടത്തിലേക്ക്. പ്രാദേശിക തലങ്ങളിൽ ഉൾപ്പെടെ സമരം ശക്തമാക്കാൻ ഒരുങ്ങിയ ആശാവർക്കർമാർ പ്രതികാര നയം സ്വീകരിക്കുന്ന സർക്കാരിനോട് അനുനയം ഇല്ലെന്നും ആശമാർ. അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, ആശമാരുടെ സമരം 70 ദിവസങ്ങൾ പിന്നിടുകയാണ്. എന്തായാലും സർക്കാരിൻ്റെ ഈ നയത്തോട്, പ്രതികാര നയം സ്വീകരിക്കുന്ന നിലപാടിനോട് യാതൊരു തരത്തിലും അനുനയം സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് ആശമാർ വ്യക്തമാക്കുന്നത്. അവർ സമരം കടുപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സമരത്തിന്റെ 4ാം ഘട്ടം എങ്ങനെയായിരിക്കുമെന്നാണ് കരുതേണ്ടത്? രോഹിണി, നമസ്തേ, ഗുഡ് മോർണിംഗ്. ആശാവർക്കർമാരുടെ സമരം ഇന്ന് 71ാമത്തെ ദിവസം എത്തി നിൽക്കുകയാണ്. ആ പോരാട്ട വീര്യത്തിന് 71 ദിനരാത്രങ്ങളാവുകയാണ് ഇന്നത്തോടുകൂടി. ആശമാർ അവർ മുന്നോട്ട് വെച്ച ഒരു ആശയത്തിൽ നിന്നും, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച ഒരു ആവശ്യത്തിൽ നിന്നും പിന്നോട്ട് പോകാനും അവർ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് സമാന്തരമായി ആരംഭിച്ച നിരാഹാര സമരം, 3 അമ്മമാർ ആരംഭിച്ച നിരാഹാര സമരം ഇന്ന് 33 ദിവസം ആകുകയാണ്. ആ നിരാഹാര സമരവും അതിൻ്റെ സമരം ഒരു 4ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇന്ന് ആശമാർക്ക് പ്രത്യേകമായി, അതായത് സർക്കാർ ആശമാരോട് മുഖം തിരിഞ്ഞ് നിൽക്കുമ്പോഴും ആശമാരോട് കനിവ് കാട്ടിയ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരെയും അവിടുത്തെ ഭരണസമിതിയും ഇന്ന് ആശമാർ നേരിട്ട് തന്നെ അവരുടെ ആദരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ഈ സമരത്തിൻ്റെ ജനറൽ കൺവീനറായിട്ടുള്ള ബിന്ദു ചേച്ചി ചേരുന്നില്ല. ചേച്ചി, ഇപ്പോൾ സർക്കാർ എല്ലാ തരത്തിലും നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നു. ആ ദ്രോഹിക്കുക എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കണം. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ അവർ നിങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ നടക്കില്ല എന്നാണ് ആദ്യം തന്നെ മന്ത്രി പറഞ്ഞത്. അങ്ങനെ എങ്ങനെയാണ് അത് നടത്താൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതായിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി ചോദിച്ചത്. നിങ്ങളുടെ വകുപ്പ് മന്ത്രി തന്നെ, വനിതാ ശിശു വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് പറഞ്ഞു. എല്ലാ മന്ത്രിമാരും കൈയൊഴിയുന്നു, സഹായിക്കാൻ വന്നവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെയാണ് ഈ സമരത്തിൻ്റെ 71ാം ദിനം നിങ്ങളൊരു പ്രതികരണം? തീർച്ചയായിട്ടും സർക്കാർ നമ്മളോടൊരു അനുഭാവപൂർവമായ നിലപാടെടുത്തില്ലല്ലോ. അതുകൊണ്ടാണല്ലോ 71 ദിവസം ഞങ്ങൾക്ക് സമരം നീണ്ടുപോകേണ്ടുന്നതും 33 ദിവസം നിരാഹാര സമരം കിടക്കേണ്ടി വരുന്നത്. പക്ഷേ എന്നാലും ഞങ്ങൾ വെച്ച ഡിമാൻഡ് നേടിയെടുത്തിട്ടേ പോകൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. എന്ത് ദ്രോഹങ്ങൾ ചെയ്താലും, എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാലും, ഇത് നമ്മൾ കേരളം പോലെ ഒരു സംസ്ഥാനത്തിരുന്നല്ലേ ഈ സമരം നടത്തുന്നത്, ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിനുള്ളിൽ ഇരുന്നല്ലേ സമരം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും തടസ്സമൊന്നുമില്ല. ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും. ഇന്ന് നമ്മൾ അടുത്ത ഘട്ടം സമരം പ്രഖ്യാപിക്കും. അപ്പോൾ ഞങ്ങൾ പിന്നോട്ടില്ല. ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ സമരമായിട്ട് പോകും. സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യട്ടെ. തീർച്ചയായിട്ടും സർക്കാർ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തം ചെയ്യാതിരുന്ന ഘട്ടത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത്തരം ഒരു നിലപാടുമായിട്ട് വന്നത്. അപ്പോൾ അതിനെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അതിനെ പിന്തിരിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് എടുക്കുന്നത്. അപ്പോൾ അത് എന്താണോ ഇവർ ഇത്തരത്തിലൊക്കെ പെരുമാറുന്നത് നമുക്കറിയത്തില്ല. കേരളവും ഇങ്ങനെ എല്ലാവരും സംശയത്തോടെ നോക്കുകയാണ്, ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടുന്നത് എന്നുള്ളത് കേരള ജനത ഒന്നടങ്കം ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന് ഉത്തരം പറയേണ്ടുന്നത് കാലവും ചരിത്രവും ഇവർ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് വിഷമമില്ല. ഈ കഴിഞ്ഞ ദിവസം LDF കൺവീനർ ഒരു പ്രതികരണം നടത്തിയത്, ആശാവർക്കർമാർ 21,000-ഓളം വരുന്ന കേരളത്തിൽ ആശാവർക്കർമാരുണ്ട്. അതിൽ ഈ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ എത്ര ആശാവർക്കർമാരാണ് സമരത്തിനിരിക്കുന്നത്? ഞാൻ വർഷങ്ങളായിട്ട് ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ട്രേഡ് യൂണിയൻ രംഗത്ത് നിന്ന് സമരം നടത്തുമ്പോൾ ചില ഡിമാൻഡുകൾ വെക്കും, ചില നടക്കുന്ന ഡിമാൻഡ് വെക്കും, ചില നടക്കാത്ത ഡിമാൻഡ് വെക്കും. പക്ഷേ സമരത്തിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ തുടങ്ങുമ്പോൾ സമരം എങ്ങനെ അവസാനിപ്പിക്കണമെന്നും ആ ഡിമാൻഡുകളിൽ എങ്ങനെ വിട്ടുവീഴ്ച നടത്തണമെന്നും ഒക്കെ ഒരു സമരം നടത്തുന്ന ആൾക്കാർക്ക് ഒരു ബോധം വേണം എന്നതാണ് LDF കൺവീനർ പറഞ്ഞത്. ആ ട്രേഡ് യൂണിയൻ നേതാവിനോട് ആശാപ്രവർത്തകർക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ? അല്ല, അദ്ദേഹത്തിൻ്റെ ഇക്കാലം അത്രയുമുള്ള ട്രേഡ് യൂണിയൻ അനുഭവ പരിചയത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നുള്ളത് അവർ പക്ഷം മാറി എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഒരു തൊഴിലാളി സമരങ്ങൾ ഇപ്പോൾ നമ്മൾ ആശാവർക്കർമാരെ കൊണ്ടുവരേണ്ട സമയത്ത് ഇവിടെ കൊണ്ടുവരുന്നില്ലേ? ആയിരക്കണക്കിന് 10,000-കണക്കിന് ആശാവർക്കർമാർ ഇവിടെ വന്നില്ലേ ഈ സമരത്തോടൊപ്പം ഇല്ലേ? കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും നമ്മളോടൊപ്പമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഓരോ ഘട്ടങ്ങളിലാണ്. പിന്നെ മറ്റൊന്ന്, നമ്മൾ വെക്കുന്ന ഡിമാൻഡ് ന്യായമാണെങ്കിൽ അതിനോടൊപ്പം എത്ര പേരുണ്ട് ഇല്ല എന്നുള്ളതല്ല, ആ ഡിമാൻഡാണ് ചർച്ച ചെയ്യുന്നത്. അതിനോടൊപ്പം എത്ര പേരുണ്ടെന്നുള്ളതല്ല. അദ്ദേഹം AKGയും P കൃഷ്ണപിള്ളയും അടക്കമുള്ള അവരുടെ നേതാക്കന്മാർ നടത്തിയ തൊഴിലാളി സമരങ്ങളും അതിൻ്റെ സംഘാടനത്തിൻ്റെയൊക്കെ ചരിത്രം അവർ ഇപ്പോൾ കാലഘട്ടം മാറിയപ്പോഴത്തേക്ക് ഒരുപക്ഷെ മറന്നുപോയിട്ടുണ്ടാകും. അതൊന്നുകൂടെ എടുത്ത് വളരെ അവധാനതയോടെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നുള്ള ഒരു റിക്വസ്റ്റാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെന്തായിരുന്നു ചോദിച്ചത്?
ഇപ്പോൾ നമ്മളോട് ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ച ഒരു കാര്യം കൂടി രോഹിണി ചേർത്ത് പറയാനുണ്ട്. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി EMS നമ്പൂതിരിപ്പാട് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ചെത്തുതൊഴിലാളികളുടെ സമരവുമായി ആദ്യം എത്തുന്നത് CITU ആയിരുന്നു. അന്ന് CITUവിന്റെ നേതാവായിരുന്ന ആനന്ദലവട്ടം ആനന്ദൻ ആ സമരവുമായി എത്തുന്ന സമയത്ത് ഏറ്റവും ആദ്യം ആ സമരത്തെ സ്വാഗതം ചെയ്തത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടായിരുന്നു. പക്ഷേ അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ ഇന്ന് CITUവിന്റെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന LDF കൺവീനർ കൂടിയായ TP രാമകൃഷ്ണന് ഒരു തൊഴിലാളി സമരത്തെ അതിൻ്റെ ട്രേഡ് യൂണിയൻ ആശയങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പരിഹസിക്കാനല്ലാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാനും കഴിയുന്നില്ല, ആ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെന്ന് അവരോട് ആവശ്യങ്ങൾ പറയാനും സാധിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ചേർത്ത് പറയേണ്ടിയുണ്ട്. എന്തായാലും ജനറൽ കൺവീനർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 71 ദിവസവും അവർ വെച്ച ഡിമാൻഡാണ് ആ സമരത്തിന് ഇത്രയും നെടുനായകത്വം നൽകുന്നത്. അവർ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ ആവശ്യമാണ്. കാരണം ആ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ സമരത്തെ നേതൃത്വം നൽകുന്നത്. ആ ആവശ്യം നേടിയെടുത്തതിനു ശേഷം മാത്രമേ ഇവിടുന്ന് പോകൂ എന്ന് പറയുന്നതുമാണ് അവരുടെ ഈ സമരത്തിന്റെ ആത്മാഭിമാനമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, ഇന്ന് ജനറൽ കൺവീനർ സൂചിപ്പിച്ചതുപോലെ 4ാം ഘട്ട സമരമാണ് ഇന്ന് അവർ പ്രഖ്യാപിക്കാൻ പോകുന്നത്. പ്രാദേശിക തലത്തിലായിരിക്കും ഇനിയുള്ള ആശാപ്രവർത്തകന്മാരുടെ സമരം ഉണ്ടാവുക. അത് ആശാപ്രവർത്തകന്മാർ പ്രാദേശിക തലത്തിലേക്ക് സമരം വ്യാപിപ്പിച്ചാൽ ഞാനും രോഹിണിയും അടക്കം കേരളത്തിലെ മലയാളികൾ അതെല്ലാം തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. കാരണം ആശാപ്രവർത്തകർ, ഒരു വാർഡിൽ ഒരു ആശാപ്രവർത്തകയുണ്ട്. ആശാപ്രവർത്തകർ ചെയ്യുന്ന ജോലി അത് വളരെ വലുതാണ്. കാരണം എൻ്റെയും രോഹിണിയുടെയും മറ്റു ഈ കാണുന്ന പ്രേക്ഷകരുടെയും എല്ലാവരുടെയും കുടുംബത്തിലേക്ക് സഹായഹസ്തവുമായി എത്തുന്ന, അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളുമായി എത്തുന്ന, സർക്കാരിനെയും നമ്മളെയും തമ്മിൽ ബന്ധിപ്പിച്ചു നിർത്തുന്ന ഒരു ജാലക ശക്തി കൂടിയാണ് ആശാവർക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ പ്രാദേശിക തലത്തിലേക്കാണ് ഇനി ആശാവർക്കർമാരുടെ സമരം മുന്നോട്ട് പോകുന്നത് എങ്കിൽ അത് വലിയ രീതിയിൽ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ആശാപ്രവർത്തകരുടെ ഈ 71 ദിവസത്തെ സമരം ഇത് 4ാം ഘട്ടത്തിലേക്ക് പോകും. ഇന്നവർ 4ാം ഘട്ട സമരം പ്രഖ്യാപിക്കുന്നുണ്ടാകും. രോഹിണി.